വൈദ്യപരിശോധനാ നടപടികൾ പൂർത്തിയാക്കി പ്രതിയുമായി പോലീസ് സംഘം പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സുരേഷ് പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. എനിക്കറിയില്ല ആരാണെന്ന്. എവിടെ എന്താ ഞാൻ മാത്രമല്ല അവിടെ നിൽക്കുന്നത്. ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി വീഴ്ത്തിയെന്ന് സഹയാത്രിക പറഞ്ഞ ആ പ്രതിയാണ്, അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സുരേഷ് കുമാറിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് താനല്ല ചവിട്ടിയത്, ഏത് പെൺകുട്ടി, എന്താണ് സംഭവം എന്നൊന്നും അറിയാത്ത മട്ടിലാണ് അയാളുടെ പ്രതികരണങ്ങൾ. മദ്യപിച്ച് ലക്കുകെട്ട് കാല് നിലത്തുറയ്ക്കാനാവാത്ത അവസ്ഥയിലാണ് അയാൾ ആ ജീപ്പിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പോലീസ് ജീപ്പിനകത്തും കണ്ടു. അപ്പൊ ഇയാളുമായി ആ പോലീസ് വാഹനം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഈ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ അത് ഫോർട്ട് സ്റ്റേഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഏതായാലും ഇപ്പോൾ ആ പ്രതിയെ സംശയിക്കുന്ന സുരേഷ് കുമാറുമായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം എങ്ങോട്ടേക്കാണ് ഇനി കൊണ്ടുപോകുന്നതെന്നറിയില്ല. ഏതായാലും ആ ജീപ്പിനകത്ത് കയറിയ ശേഷം അയാൾ ചെറിയ തോതിൽ ചില ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. പോലീസുകാർ ബലം പ്രയോഗിച്ച ആ സീറ്റിലേക്ക് പിടിച്ചിരുത്തുകയാണ് ചെയ്തത്. ആ സീറ്റിൽ നിന്ന് മുന്നിലേക്ക് കുതിക്കുന്ന അയാളെ ആ ജീപ്പിനകത്ത് കയറിയ ശേഷം അയാളുടെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം യുവതിയെ ട്രെയിനിൽ നിന്ന് ഇയാൾ യാതൊരു പ്രകോപനവുമില്ലാതെ ചവിട്ടി പുറത്തേക്ക് വീഴ്ത്തി. അത് വർക്കലയെ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സഹയാത്രികയായ പെൺകുട്ടിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മൊഴിയായി പോലീസിന് നൽകിയിരിക്കുന്നത്. മാധ്യമങ്ങളോട് പറഞ്ഞതും യാതൊരു പ്രകോപനവുമില്ലാതെ ഈ സുരേഷ് ആ യുവതിയെ പുറത്തേക്ക് ചവിട്ടി താഴെയിട്ടു. ആ യുവതി പുറത്തേക്ക് വീഴുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന അർച്ചന എന്ന മറ്റൊരു യുവതി, ആ യുവതിയാണ് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത്. അർച്ചനയും വലിച്ചു പുറത്തേക്കിടാൻ ഇയാൾ ശ്രമിച്ചു. ആ ഘട്ടത്തിൽ മറ്റൊരു യാത്രക്കാരനാണ് രക്ഷപ്പെടുത്തിയത്. ആ നടുക്കത്തിൽ, ആ ഞെട്ടലിൽ, ആശ്വാസത്തിലൊക്കെയാണ് ആ പെൺകുട്ടി പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന പിടിയിലായിരിക്കുന്ന സുരേഷിന്റെ പ്രതികരണം വരുന്നു. തനിക്കൊന്നും അറിയില്ല, താൻ ഒന്നും ചെയ്തിട്ടില്ല, ആര് മദ്യപിച്ചു എന്നാണ് ചോദിക്കുന്നത്. കാല് നിലത്തുറയ്ക്കാതെയാണ് ആ ജനറൽ ആശുപത്രിയുടെ വരാന്തയിലൂടെ അയാൾ നടന്നു പോയത്. ആദ്യഘട്ടത്തിൽ അയാളോട് ചോദിച്ചപ്പോൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് അയാളെ ഇറക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.